ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരുടെ വീട്ടിലും തെർമൽ കുക്കർ കാണുമല്ലോ. തെർമൽ കുക്കർ എല്ലാവരും ചോറ് വയ്ക്കാൻ മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ചോറ് വയ്ക്കാതെ കുറച്ച് വേറെയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത്, പയർ കുക്കറിൽ വയ്ക്കുന്നതിനേക്കാളും നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ തിളപ്പിക്കാൻ വെച്ചിട്ട് അതെടുത്ത് ഈ തെർമൽ കുക്കറിനകത്ത് അടച്ച് വെച്ചിരുന്നാൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നല്ലതുപോലെ വെന്ത് കിട്ടും. ഇതെല്ലാവരും ചെയ്ത് നോക്കൂ. പയർ വേവിക്കാൻ എടുക്കുമ്പോൾ തലേ സമയം വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും. സമയം ലാഭിക്കാൻ, ഗ്യാസ് ലാഭിക്കാൻ ഇങ്ങനെ ചെയ്താൽ. അത് രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ദോശ മാവ്, ഇഡ്ഡലി മാവിനൊക്കെ ആട്ടി വയ്ക്കുന്ന മാവ് തലേ ദിവസം ആട്ടി വയ്ക്കുമല്ലോ. ആ ആട്ടി വയ്ക്കുന്ന മാവ് നമ്മൾ തെർമൽ കുക്കറിനകത്ത് അടച്ച് വെച്ചിരുന്നാൽ പെട്ടെന്ന് പതഞ്ഞ് പൊങ്ങുകയും ചെയ്യും. നല്ല മാവിന് പരുവവും കിട്ടും. ഇതെല്ലാവരും ചെയ്ത് നോക്കൂ. ഇത് നല്ല ഉപയോഗമുള്ള ടിപ്സാണ്. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ കൂടുതലായിട്ട് ഇഡ്ഡലി ദോശയൊക്കെ ചുട്ട് വയ്ക്കുമ്പോൾ വലിയ കാസറോൾ ഇല്ലാത്തവർക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഈ തെർമൽ കുക്കറിനകത്ത് ഒരു സ്റ്റീൽ പാത്രം വെച്ചിട്ട് അതിനകത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഇഡ്ഡലിയോ ദോശയോ എടുത്ത് വെച്ചിരുന്നാൽ സാധാരണ കാസറോൾ ഇരിക്കുന്നത് പോലെ നല്ല ചൂട് കിട്ടും. കൂടുതൽ നേരം ചൂട് നിൽക്കുകയും ചെയ്യും. ഇതെല്ലാവരും ചെയ്ത് നോക്കൂ. ഇത് നല്ലൊരു ടിപ്സാണ്. പിന്നെ എല്ലാവർക്കും തെർമൽ കുക്കറിൽ ചോറ് വയ്ക്കാൻ അറിയാമല്ലോ. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, ഉള്ളിത്തണ്ട് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ളതാണ്. ഇത് എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഫ്രിഡ്ജിൽ ഐസ് ക്യൂബ് വയ്ക്കുന്ന ട്രേ കാണുമല്ലോ. അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉള്ളി ഇതുപോലെ ഓരോന്നായിട്ട് വയ്ക്കണം. ഏകദേശം ഒരു 10 ദിവസം കഴിയുമ്പോൾ ഇതുപോലെ വളർന്ന് മുള വന്ന് നിൽക്കും. ഉള്ളിത്തണ്ട് തോരൻ വയ്ക്കാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉള്ളിത്തണ്ട് കിട്ടുകയും ചെയ്യും. ഇതെല്ലാവരും ചെയ്ത് നോക്കൂ. എളുപ്പമാണിത് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ കാണാൻ വേണ്ടി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.